ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് കുളിച്ച് നല്ല നനവോടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നലത്തെ പോലെ തന്നെ ഞാൻ വിചാരിച്ചു അപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും എനിക്കൊന്ന് ഞാൻ ചെയ്തതുപോലെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. സബ്സ്ക്രൈബേഴ്സിനെ പൊക്കലാണല്ലോ എൻ്റെ ഇപ്പോഴത്തെ ജോലി. അതുകൊണ്ട് ഞാൻ മറക്കില്ല. ഞാൻ എന്താ സാഹചര്യം വന്നാലും ആദ്യം ഞാൻ വിചാരിക്കും എൻ്റെ സബ്സ്ക്രൈബ് എന്തെങ്കിലും സന്തോഷം വന്നാൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന്. ഓക്കെ, അപ്പം നമുക്ക് നേരെ കഥയിലോട്ട് കിടക്കാം. നമ്മൾ ഇന്നത്തെ കഥ എന്ന് പറയുന്നത്, എൻ്റെ പേര് ഐഷു. അപ്പോൾ എനിക്ക് ഉപ്പയും ഉമ്മയും ആരുണ്ടായിരുന്നില്ല. എന്നെ വളർത്താറുണ്ടായിരുന്നത് എൻ്റെ ഉപ്പയുടെ അനിയനായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ലൈഫിൽ പല സാഹചര്യങ്ങളും സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ, കല്യാണപ്രായമായിട്ടും എൻ്റെ കല്യാണം കഴിഞ്ഞില്ല. അപ്പോൾ എൻ്റെ ഓരോരോ ആഗ്രഹങ്ങൾ അവിടെ കെട്ടിക്കിടപ്പായിരുന്നു. എനിക്ക് വലിയ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. അതായത് കല്യാണം കഴിയണം, കുഞ്ഞുങ്ങളാവണം, അതിൻ്റെ ഒക്കെ ഒരു ആഗ്രഹം. പക്ഷേ സ്വന്തം ഉപ്പ ഇല്ലാത്തത് കാരണത്താൽ എനിക്ക് അതിന് മാത്രമുള്ള യോഗം ഇല്ല എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മുടെ പൊരക്കാരും നമ്മളെ ഒരു മകളെ കാണുമ്പോൾ കെട്ടിക്കയക്കണം എന്നുള്ള വിചാരമൊന്നും എല്ലാവർക്കും തോന്നണമെന്നില്ലല്ലോ. അങ്ങനെ പെട്ടെന്നായിരുന്നു എൻ്റെ വീട്ടിലുള്ള കാര്യം പറയാം. എൻ്റെ വീട്ടിൽ എന്ന് പറയുന്നത് ഞാനും എൻ്റെ ഉപ്പയുടെ അനിയൻ, അദ്ദേഹത്തെ ഭാര്യയും, പിന്നെ എൻ്റെ പ്രായത്തിലുള്ള ഒരു മോളും, പിന്നെ ഒരിച്ചാവും. അവർക്ക് 2 മക്കളായിരുന്നു, ഒരാണും ഒരു പെണ്ണും. അങ്ങനെ പെട്ടെന്ന് മകന്റെ എൻഗേജ്മെന്റ് ദുബൈയിൽ നിന്ന് ഉണ്ടായി. അപ്പോൾ എന്തോ കാര്യത്താല് അവിടെ എന്തോ പാസ്പോർട്ടിന്റെ എന്തോ പ്രശ്നത്താല് വാപ്പയ്ക്ക് വരാൻ പറ്റിയില്ല. ആരെ എൻഗേജ്മെന്റ് എന്ന് അറിയത്തില്ല, സ്വന്തം മകന്റെ അല്ല, ആരുടെയോ എൻഗേജ്മെന്റ്. അപ്പോൾ വാപ്പക്ക് ഗൾഫിൽ പോകാൻ പറ്റിയില്ല. കാരണം എന്താന്ന് വെച്ചാൽ അന്ന് എന്തോ കേസ് ഉണ്ടായിരുന്നു. അപ്പോൾ സാധാരണ പോവാത്തപ്പോ എങ്ങനെയായിരിക്കും? അപ്പൊ സാധാരണ നമ്മൾ 2 പേരും ഒറ്റക്കാവും, അതായത് എൻ്റെ ഉപ്പയുടെ അനിയനും ഞാനും. പക്ഷെ നിങ്ങൾ വിചാരിക്കും പോലെ ഒരു ഉപ്പയുടെ സ്ഥാനത്തു നിന്നായിരുന്നില്ല അയാൾ എന്നെ കണ്ടിട്ടുണ്ടായിരുന്നതും. ഞാൻ പിന്നെ അയാളെ തീരെ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. എനിക്കിഷ്ടമൊക്കെ ആയിരുന്നു, പക്ഷെ ആ കണ്ണിൽ കാണാൻ മാത്രം എനിക്കൊരു ഇതുണ്ടായിരുന്നില്ല. എന്താന്ന് വെച്ചാല്, കാരണം അനിയെന്ന് പറഞ്ഞാൽ ഉപ്പയുടെ ഏറ്റവും ചെറിയ അനിയനായിരുന്നു. അത്യാവശ്യം നല്ല ലുക്കും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഇദ്ദേഹത്തിനെ വിടാനും മനസ്സുണ്ടായിരുന്നില്ല. ഇദ്ദേഹത്തിന്റെ ഭാര്യ എന്ന് പറയുന്നത് നല്ല അസല് പെണ്ണായിരുന്നു, ചെറുപ്പക്കാരത്തിയായിരുന്നു. എനിക്കും ആ സ്ത്രീ നല്ല ഇഷ്ടമായിരുന്നു. കാരണം ഒരു ഫ്രണ്ട്ലി ആയിരുന്നു. കുറച്ച് വയസ്സായവരാണെങ്കിൽ ഞാനും അവരൊക്കെ പിണങ്ങി പോകേണ്ട സമയം. പക്ഷെ ഈ സ്ത്രീ അങ്ങനെയല്ല, ഒരു പാവം. അങ്ങനെ നമ്മൾ 2 പേരും ഒറ്റക്കായി. എല്ലാവർക്കാണെങ്കിലും എന്നെയും ഭയങ്കര ഇഷ്ടം, അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടവും വിശ്വാസമായിരുന്നു. എനിക്കും അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷെ ഈ കാര്യം നടക്കുന്നത് വരെ അങ്ങനെ നമ്മൾ 2 പേരും മാത്രമായി. ആ ടൈമിൽ എനിക്കുള്ള ആഗ്രഹം എന്ന് പറയുന്നത്, എനിക്ക് മുടി കളർ ചെയ്യുന്നത്, എൻ്റെ സൗന്ദര്യത്തെയും എൻ്റെ ബോഡിയെയും നോക്കാൻ എനിക്ക് വലിയ താല്പര്യമായിരുന്നു. അതായത് ഞാൻ വർക്കൗട്ടൊക്കെ ചെയ്യും. ഞാൻ ഹാളിൽ നിന്ന് തന്നെ വർക്കൗട്ടൊക്കെ ചെയ്യും. ടി വിയിൽ പാട്ടും സൂംബ ഡാൻസും ഒക്കെ കണ്ട് ഞാൻ ഷോർട്സും വർക്കൗട്ട് ചെയ്യുമ്പോഴുള്ള ഡ്രസ്സുകൾ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ, എങ്ങനെയുള്ള ഡ്രസ്സുകളായിരിക്കുന്നത്. ഞാൻ അതുപോലുള്ള ഡ്രസ്സുകളൊക്കെ ഇട്ട് വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി. അതിനു മുമ്പേ ഞാൻ ചെയ്യാറുണ്ടായിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ കുറേ ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ ഹാളിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ ഞാനാണ് ഫുഡ് ആക്കാറുണ്ടായിരുന്നത്. എൻ്റെ വയസ്സെന്ന് പറയുന്നത് 20ആണ്. അപ്പോൾ ഞാനാണ് ഫുഡ് ആക്കാൻ കഴിയുന്നത്. 20 വയസ്സുള്ള ഞാൻ ഹാളിൽ നിന്ന് വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ അദ്ദേഹം കാണുമ്പോഴുള്ള അവസ്ഥ നിങ്ങൾക്ക് ഊഹിക്കണ്ടല്ലോ. അതേപോലെയായിരുന്നു അദ്ദേഹത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. അതായത് പൂച്ചയെ ഒരു മീനിന്റെ ഷോപ്പിൽ പണിക്ക് നിർത്തിയാൽ എങ്ങനെ ഉണ്ടാവും, അതേപോലത്തെ അവസ്ഥയായിരുന്നു അദ്ദേഹത്തിന് എന്ന് പറയുന്നത്. അപ്പൊ ഞാനാണ് ഫുഡൊക്കെ ഉണ്ടാക്കാറുള്ളത്. ആരും വീട്ടിലില്ല, അദ്ദേഹം മാത്രം. അദ്ദേഹം ആണെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കും, എവിടെയെങ്കിലും പോവും, വരും. പൊതുവെ ആണുങ്ങൾ ഡ്രസ്സ് ഒരു ഡോറിന്റെ മീത്ത് ഇങ്ങനെ കമത്തി വെക്കുന്ന ഒരു ശീലമില്ലേ, അതുപോലുള്ള ശീലമായിരുന്നു. വരും, എൻ്റെ ഫുഡൊക്കെ കഴിക്കും, കമത്തി വെക്കും. പെട്ടെന്നൊരു ദിവസം ഇദ്ദേഹം വരുമ്പോൾ തന്നെ ഞാൻ വർക്കൗട്ട്, അതായത് ജമ്പിങ് ജാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വർക്കൗട്ട് അത് ചെയ്യുകയായിരുന്നു. പെട്ടെന്ന് തന്നെ ഈ ആണുങ്ങൾ എന്നെ കണ്ടപ്പോൾ തന്നെ അയാള് അയ്യോ എന്ന് പറഞ്ഞ് താത്തിയൊക്കെ നടന്നു. ഞാൻ ഇങ്ങനെ എന്തിനാ, എനിക്ക് അന്നത്തെ നാണക്കേടുന്നില്ല. ഞാൻ വീണ്ടും എൻ്റെ വർക്കൗട്ട് തുടങ്ങി. അങ്ങനെ അദ്ദേഹം ആ റൂമിൽ കയറി ഡോർ അടച്ചിട്ടുണ്ടായിരുന്നു. ഒരു അരമണിക്കൂർ എൻ്റെ തുള്ളുന്നൊക്കെ ശബ്ദം കേട്ടപ്പോൾ അദ്ദേഹം മെല്ലെ ഡോറ് തുറന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. പക്ഷെ എനിക്ക് മനസ്സിലായി ഒരു എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. പക്ഷെ ഞാൻ മൈൻഡ് ചെയ്തില്ല. ഞാൻ കഴിഞ്ഞത് വർക്കൗട്ടൊക്കെ ചെയ്ത് വയർത്ത് കുളിച്ച് ആ TV ഒക്കെ ഓഫ് ചെയ്തു അവിടെ ഇരുന്ന് കുറച്ച് സമയം ഫോൺ നോക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ പറയുന്നുണ്ട്, എനിക്ക് ഏറ്റവും അഡിക്ഷൻ ആയിരുന്നു എൻ്റെ മുടി കളർ ചെയ്യണം. എനിക്ക് നല്ല സ്ട്രൈറ്റ് മുടി, എൻ്റെ സ്ട്രൈറ്റ് മുടിയാണ്. പിന്നെ മാത്രമല്ല എനിക്ക് ഹെയർ കളർ ചെയ്യുന്നതിനോടും എല്ലാത്തിനോടും വലിയ താല്പര്യമായിരുന്നു. ഫുള്ള് സ്റ്റഡ്, മൂക്കുത്തി, പിന്നെ
പിരിയത്തിന്റെ ഇവിടെയുള്ള എന്റെ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും എനിക്ക് അതിനോടുള്ള താല്പര്യം ഉണ്ടെന്ന്. ഹെയർ കളറാക്കാനും എല്ലാത്തിനും എനിക്ക് താല്പര്യം. ചുരുക്കി പറഞ്ഞാൽ ഞാൻ എൻ്റെ ബോഡിയും എൻ്റെ സൗന്ദര്യവും ഒക്കെ നല്ല രീതിയിൽ നോക്കും. എനിക്ക് എല്ലായിടം വെളുത്തിട്ടായിരിക്കണം. അങ്ങനെയുള്ള ഒരാളായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ സ്കിൻ കെയറിൽ, അതായത് ഫേസിനെ നോക്കുന്നതിൽ ഞാൻ ഒട്ടും കുറവല്ല. അപ്പോൾ ഞാൻ ഇയാളോട് പറഞ്ഞു, ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, കഴിച്ചോ എന്ന്. അതേ സമയത്ത് ഞാൻ ആ ടേബിളിന്റെ ഓപ്പോസിറ്റ് ഇരുന്ന്, അതായത് വേപ്പിലയും പിന്നെ ആ ഒരു കറുത്ത മൈക്ക് പോലുള്ള ഒരു സാധനമില്ലേ, അതും ഇട്ട് വെള്ളം തിളപ്പിച്ച് ഒരു പുതപ്പ് മൂടി ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആവി പിടിക്കുകയായിരുന്നു. പെട്ടെന്ന് ആവി പിടിക്കുന്ന ടൈം എൻ്റെ തോർത്ത് എന്ന് പറയുന്നത് ആ പാത്രത്തിന്റെ അടിയിൽ പെട്ടിട്ടുണ്ടായിരുന്നു. ചൂടാവിയായിരുന്നു. പെട്ടെന്ന് ഞാൻ ഇങ്ങനെ എണിക്കുമ്പോൾ ആ തോർത്തും പാത്രവും തട്ടി എൻ്റെ കാലിൽ. അപ്പൊ എവിടെയായിരുന്നു വീഴുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. എൻ്റെ കാലിന്റെ ഏത് ഭാഗത്തായിട്ട് വീഴും എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ അത് അവിടെ വീണു. നല്ല രീതിയിൽ പൊള്ളി എന്ന് പറയാൻ പറ്റത്തില്ല, എനിക്ക് നടക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥ. അതായത് അവിടെയായിരുന്നു ഫുള്ള് പൊള്ളിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് എന്ത് പറ്റും, എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, എനിക്ക് തൊടാൻ പോലും പറ്റത്തില്ല. അങ്ങനെ വേഗം തന്നെ എന്നെ അടുത്ത് ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി. പിന്നീട് ഡോക്ടർ അവിടെ നിന്ന് ഒരു ഓയിൽമെന്റും ഒരു ഗുളികയും ഒക്കെ തന്നെ എനിക്ക് എഴുതി തന്നു. ആദ്യം അവിടെ കുറച്ച് ഇതൊക്കെ തന്നു, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് അത് മാറ്റാൻ പറഞ്ഞു. അതായത് പ്ലാസ്റ്റർ പക്ഷെ മാറ്റണം എന്ന് പറഞ്ഞു. മച്ചാൽ അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുഴുത്ത് വരുമെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ എനിക്ക് മാറ്റാൻ എന്തായാലും പറ്റത്തില്ല, കാരണം എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. സ്വന്തം ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും വേദന ഉണ്ടെങ്കിൽ വയറാക്ക് മാത്രമേ നമ്മളെ തൊടാൻ പറ്റത്തുള്ളൂ, കാരണം നമുക്കറിയാം അത് എങ്ങനത്തുള്ള വേദനയാണ്. അതുകൊണ്ട് നമ്മൾ എന്തായാലും ആ ഭാഗം തൊടാൻ പോകുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് അറിയാമല്ലോ അവിടെ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതിന്. അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്കിതെന്തായാലും പറ്റത്തില്ല ഊരി മാറ്റാൻ. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇത് ഊരി മാറ്റണം എന്ന് എന്തായാലും ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അത് ഊരി മാറ്റിയേ പറ്റും. അങ്ങനെ ഞാൻ പറഞ്ഞു എന്നാ നിങ്ങൾ എനിക്ക് ഊരി മാറ്റിത്താം. അങ്ങനെ അദ്ദേഹമായിരുന്നു എനിക്ക് ഊരി മാറ്റി തീർത്തും അവിടെ ഓയിൽമെന്റ് തേച്ച് തീർത്തും ഗുളികയും ഒക്കെ തന്നെ. അങ്ങനെ പെട്ടെന്നൊരു ദിവസം അദ്ദേഹത്തിന് എന്തായാലും ഇപ്പൊ പൂച്ചക്ക് ഒരു മീനിനെ കിട്ടുക എല്ലാ ദിവസവും കൺട്രോൾ ഉണ്ടാവത്തില്ലല്ലോ. എനിക്കും അങ്ങനെയാണ്. എന്റെ ഒരു ചിക്കൻ പീസായിരുന്നു, ഞാനൊരു നായിയാണ്, അദ്ദേഹം ഒരു ചിക്കന്റെ കൊട്ടായിരുന്നു. രണ്ടുപേർക്കും നല്ലൊരു ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ഒന്നാമത് എനിക്ക് കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പിന്നെ ഓയിൽമെന്റ് ഒക്കെ തേച്ച് തരുമ്പോ പറയണ്ടല്ലോ. രണ്ടുപേരുടെയും കാര്യം കഷ്ടത്തിലായിരുന്നു. പിന്നീട് വീട്ടിലൊറ്റക്കും, സ്വന്തം ഭാര്യ പോലും ഇല്ല. അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾ കടിച്ചു പിടിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾ കടിച്ചു പിടിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടുപേർക്ക് ഇത്ര നല്ല ചാൻസ് കിട്ടിയിട്ട് നമ്മൾ വിട്ടുകൊടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ അന്ന് മുതൽ എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരാളായിരുന്നു അദ്ദേഹം എന്ന് പറയുന്നത്. എൻ്റെ മനസ്സ് ഒരു സന്തോഷത്തിലും സമാധാനത്തിലും എപ്പോഴും എനിക്ക് സമാധാനവും സന്തോഷവും തരുന്ന ഒരേ ഒരു വ്യക്തി. എനിക്ക് മറക്കാൻ പറ്റത്തില്ല അന്ന് മുതലുള്ള നമ്മളെ ഓരോ രാത്രികളും. അപ്പൊ ഇതുപോലുള്ള കഥകൾ നിങ്ങൾക്ക് പച്ചക്ക് കേൾക്കാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും ആ നമ്പറിൽ വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് അയക്കുക. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, വാട്സപ്പിൽ മെസ്സേജ് ആദ്യം ഡെമോ പിക്ക് അയക്കുക, ഇല്ലെങ്കിൽ ഒന്ന് വീഡിയോ കോൾ ആക്കുക, ഇല്ലെങ്കിൽ ഒന്ന് കോൾ എടുക്ക് എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ആ വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് അയക്കുക. ഞാനൊരു സ്കാനർ ഇടും, അതിലിട്ട് 500 രൂപ പേ ചെയ്താൽ നിങ്ങളെ ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്തേക്കും. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഓരോരോ വയസ്സായ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ച്, അതായത് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനാണെങ്കിൽ പ്രശ്നമില്ല. ഇത് ഓരോരാൾ എനിക്ക് മെസ്സേജ് അയച്ച് യൂട്യൂബിലുള്ള ഓരോ ഷോർട്സും, യൂട്യൂബിലുള്ള BJPക്ക് എന്തായി, UDFന് എന്തായി, LDFന് എന്തായി, വോട്ടിന് എന്തായി, AJPക്ക് എന്തായി, അങ്ങനെയുള്ള വീഡിയോസ് ഒന്നും എനിക്ക് ഇടേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഞാൻ വാട്സപ്പ് നമ്പർ തന്നിട്ടുള്ള ഇതുപോലുള്ള ഒരു സർവീസ് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പൊ പിന്നീട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, റിയൽ മീറ്റ് ഇല്ല, അതും ആരും ചോദിച്ച് വരാൻ നിൽക്കണ്ട. റിയൽ മീറ്റ് ഉണ്ട്, പക്ഷെ ശരിയാവത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതൊക്കെ വിട്ടു. അപ്പോൾ ഇതുപോലുള്ള കഥകൾ നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ആദ്യം തന്നെ നമ്പർ കണ്ട് മെസ്സേജ് അയക്കാതിരിക്കുക. വീഡിയോ ഫുള്ള് കേട്ട് അതിനെന്തിനാണ് ഈ നമ്പർ കൊടുത്തതെന്നും കൂടെ അറിഞ്ഞിട്ട് മാത്രം മെസ്സേജ് അയക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ. മാത്രമല്ല ഞാൻ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട് യൂട്യൂബിൽ. മെമ്പർഷിപ്പിൽ നിങ്ങൾക്ക് നല്ല അടിപൊളി കാണണം എന്ന് ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും മെമ്പർഷിപ്പിലും ജോയിൻ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.